പ്രോസിക്യൂഷൻ ആ കേസിലും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ ശക്തമായിട്ടുള്ള നിലയിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സംവിധാനം ഒരു തരത്തിലും പ്രോസിക്യൂഷൻ്റെ നിലപാട് ആണ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിലും കാണുന്നത്. ഒരു പരാതി കൊടുത്തത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല. പരാതിപ്പെടുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. കമ്മീഷൻ്റെ മുമ്പാകെയും പരാതി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പരാതി ഞങ്ങളുടെ കമ്മീഷൻ്റെ മുമ്പാകെ കിട്ടിയപ്പോൾ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിജീവിതയുടെ പരാതി കിട്ടിയിട്ടില്ല. മറ്റ് ചില സന്നദ്ധ സംഘടനകളുടെ സ്വമേധയാ അവർ തന്നെ ഇടപെട്ടിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ സ്വമേധയാ കേസെടുക്കേണ്ടുന്നൊരു പ്രശ്നം ആ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിയമ സംവിധാനം യഥാവിധി നടപ്പിലാക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണം. കമ്മീഷന് പരാതി തന്നിട്ടുണ്ട്. പക്ഷെ അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിന് ആവശ്യപ്പെടും.